65-ാം സംഘത്തിൽ 65-ാം സംഘത്തിൽ ഞാൻ വാക്യം പ്രതിവാക്യം വായിക്കാം. ദൈവമേ, സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം. നിനക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. പ്രാർത്ഥനകൾ പോലെ സകല ജനവും നിന്റെ അടുക്കലേക്ക് വരുന്നു. എന്റെ അകൃത്യങ്ങൾ എന്റെ നേരെ അതിബലമായിരിക്കുന്നു. നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും. നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തെരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ നിന്റെ ആലയത്തിൽ നന്മ കൊണ്ട് തൃപ്തരാകും. ഭൂമിയിലെ എല്ലാ നദികൾക്കും ദൂരത്തുള്ള സമുദ്രത്തിനും ആശ്രയമായിരിക്കുന്ന ഞങ്ങളുടെ ദൈവരക്ഷയും രക്ഷയായ ദൈവമേ, നീ ഭയങ്കരകാര്യങ്ങളെ നീതിയോടെ ഞങ്ങൾക്ക് ഉത്തരവരുന്നു. അവൻ തന്റെ ശക്തിയാൽ പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു. അവൻ സമുദ്രങ്ങളുടെ മുഴക്കങ്ങളും തിരമാലകളുടെ കോപവും ജാതികളുടെ കലഹവും ശ്രമിക്കുന്നു. ഭൂമി സിംഹവാസികളും ലക്ഷ്യങ്ങൾ നിമിത്തം ഭയപ്പെടുന്നു. ഉദയത്തിന്റെയും അസ്തമയത്തിന്റെയും ദിക്കുകളെ നീ ഘോഷിച്ചുല്ലസിക്കുമാറാക്കുന്നു. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു. നീ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നീ ഭൂമി ഒരുക്കിയിരിക്കുന്നു. അവർക്ക് ധാന്യം കൊടുക്കുന്നു. നീ അതിന്റെ ഉഴവുചാലുകളെ നനയ്ക്കുന്നു. നീ അതിന്റെ കട്ടയുടച്ചു നിരത്തുന്നു. മഴയാൽ നീ അതിനെ കുതിർക്കുന്നു. അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു. നീ സംവത്സരങ്ങളെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. നിന്റെ പാതകൾ പുഷ്ടി പിടിക്കുന്നു. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു. ധരിക്കുന്നു. അടുത്ത വാക്യം നമുക്ക് ചേർന്ന് പാടാം. പാടുകയും ചെയ്യുന്നു. നമ്മുടെ വിശുദ്ധകരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പപ്പായ സങ്കീർത്തനം ലീഡ് ചെയ്യാൻ സഹായിച്ച സ്നേഹമോർത്ത് കരമുയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം ചെയ്യാം. സാക്ഷ്യം പറയുന്നു. പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്റെ ജീവിതയാത്രയിൽ ഏതൊരു കാര്യത്തിന് പോയിരുന്നാലും ഈ വിശുദ്ധ ബൈബിൾ ഒരു ഉപദേശിയായി നിലകൊള്ളുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത ഒരു കാര്യം. In my life, I hated to be a preacher. I never liked to lift up a Bible and stand and preach like a preacher. ഈ ബൈബിൾ, വിശുദ്ധ ബൈബിൾ ഭയമാണ്. എനിക്ക് ഭയങ്കര ഭയമാണ്. I honored the word of God, the Holy Bible. ഇതിൽ എടുത്ത ഈ മറ്റുള്ള ആളുകളെ പോലെ ഈ ദൈവത്തിന്റെ വചനം അത് തികവുള്ളതാണ്. അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നതാണ്. അത് എടുക്കുന്നവർ അവന്റെ വിശ്വസ്തതയ്ക്ക് അനുസൃതമായി നിലകൊണ്ടില്ലായിരുന്നു നമ്മെ അത് ഇല്ലായ്മ ചെയ്യുന്ന. Amen. I always feared the word of God. It's not because I hated the word of God. I didn't want to be a preacher, because I revered the word of God so much, because I knew that it was the word of God. It cannot be, used for, like a play, and whoever uses it, whoever speaks from it,
I mean, he has to be clear in his life. He has to be holy in his life. You cannot just preach and do whatever you want to do. That is why many times, I mean, I did not want, I didn't want to, use the word of God and preach from the word of God. ഈ ദിവ്യ സ്നേഹത്തിലേക്ക് എന്നെ വിളിച്ച് Amen. നിർത്തിയ ദൈവത്തിന്റെ കരുണയ്ക്ക് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. But I praise and thank God for giving me this opportunity that He called me into His love, that I can take His word and stand before you today. ഒന്നും മോശമാവാനില്ല. I have nothing to boast about. ഇത് പിടിച്ചു നിൽക്കാനുള്ള യോഗ്യതയില്ല. I'm not worthy to carry the word of God. അയോഗ്യനായ എന്നെ യോഗ്യതയാക്കി ദൈവത്തിന്റെ സ്നേഹം വലുതാണ്. Amen. The love of God which made me worthy is so great when I think about it. അത് നിർബന്ധമായി എന്റെ കയ്യില് പിടിച്ചേൽപ്പിക്കുന്ന ഒരു കൊച്ചുമകളുണ്ട്, ക്രിസ്റ്റീൻ. I have a granddaughter who always forces me to carry the word. എന്നാൽ ഇന്നുവരെ അങ്ങനെ തന്നെ എല്ലാ എന്റെ ഈ മോൻ അന്ന് എല്ലാരും ഇതിങ്ങനെ ചെയ്യുമ്പോ ഞാൻ നിന്ന് പിന്നോട്ട് പോകുന്നത് ശരിയല്ലല്ലോ, വചനം എടുക്കാനും വായിച്ചോടെ എടുക്കുന്നു. Amen. So when all my children is doing it, I thought it's not good. I want to stand in front. I always want to back up. But I thought when everybody is doing it, and God made me worthy through His love to carry it. So if I don't come forward, it won't be good. I felt that's why today I'm standing before you. ജീവിതയാത്രയിൽ നിലനിർത്തിയിരിക്കുന്നത് ഈ വചനമാണ്. What has sustained me in my life is this word of God. വൈദ്യപ്രായം മുതൽ ഇന്നുവരെയും ഇത് നിർത്താൻ ഇടയാക്കിയിട്ടില്ല. From my young age, I used to review the word of God. Even till this moment, God has not, let me to put down the word of God. എന്റെ കുടുംബജീവിതത്തിലായാലും എന്റെ ജീവിത പന്താവിൽ എവിടെയും സ്കൂളിന്റെ ലൈഫിലായാലും ഇത് വിട്ട് ഞാൻ അങ്ങോട്ടും ഇടത്തോടും വലത്തോടും തിരിയുവാൻ ഇടയായി. Even my school life from my young age, God has not allowed me to depart left or right, leaving this word of God. അത് എന്റെ കഴിവല്ല, ദൈവത്തിന്റെ കരുണയാണ്. It is not my ability, it's the grace and mercy of God. ഇന്നുവരെയും ദൈവം നടത്തിയ സ്നേഹത്തിനായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. Praise and thank God for His mercy that led me till today. ഇപ്പൊ തന്നെ ഇത് പിടിച്ച് ഇവിടെ നിൽക്കാൻ കാരണം ഈ കുഞ്ഞുങ്ങളാണ്. The reason I'm standing right now here with this word is because of my children. വേദപുസ്തകം കൊണ്ടുവന്ന് മോളാ തന്നത്. My granddaughter Christine, who brought the Bible and gave it to my hand. മോൻ ഒരു വാക്യം ഇവിടെ ഒരു അധ്യായം വായിക്കണം എന്ന് പറഞ്ഞ അനുസരിച്ച് ഇവിടെ വന്നതാ. I just came here just to read the Psalm and lead it. ഓരോ ദിവസവും നിർബന്ധിക്കുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കും, കർത്താവേ എന്റെ ജീവിതത്തിൽ നിർബന്ധമായിട്ട് ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ചിന്തിക്കാറുണ്ട്. Many times I think, why Lord, you're forcing me to carry the word of God and stand in front when my children ask me to come and stand forward. വചനം എടുത്തു കഴിഞ്ഞിട്ട് അതിൽ നിന്ന് അങ്ങോട്ട് പോകുന്നത് ഭയമാണ്. Because I'm so fearful. After carrying the word to go back, I'm very scared about. If I started serving Him, I cannot. There is no turning back. Once you know the truth, once you understand it, there's nothing turning back, because anyone who turns back after starting in faith, he's not worthy of the kingdom of God. That is what Jesus says. ഇന്ന് പകൽക്കാലം നിങ്ങൾ എന്റെ സഹോദരങ്ങൾ പിതാക്കന്മാരുടെ സഹോദരങ്ങളുടെ നടുവിൽ എന്നെ നിർത്തിയ ദൈവത്തിന് നന്ദിയോടെ I praise and thank the wonderful God who made me stand before my brethren, before my brothers and sisters with the word of God. എന്റെ മാതാപിതാക്കൾക്ക് ഹല്ലേലൂയ അതിന് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മുന്നോട്ട് പോകാൻ നിർബന്ധിതനായില്ല. Even though my parents wanted to dedicate me for God's work, I did not go forward. ഇന്നുവരെയും എന്നെ നിർത്തിയ ഈ സത്യമാണ്. But one thing I know, that till this day what has sustained me is this truth.
സ്കൂൾ വിദ്യാഭ്യാസത്തിലാണെങ്കിലും താഴ്ന്ന് പിന്നോട്ട് പോയ സമയങ്ങളിലൊക്കെയും സ്കൂൾ ലീഡറായി തീരുവാനും സ്കൂളിന്റെ ഹൈസ്കൂളിന്റെ ലീഡർഷിപ്പിൽ 3 വർഷം ഇരുപ്പാൻ ദൈവം ഇടയാക്കി. I mean, as I was in my school, my school, I used to be the school leader. I was school leader for 3 years, in my high school. സ്കൂൾ ലീഡറായി ഇരുപ്പാൻ ദൈവം വിളിച്ച് നിർബന്ധിച്ചാക്കിയതാണ്. Even in that position, God put me, with force that I became the leader of the school. ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാൻ ഒന്നിനും യോഗ്യനല്ല. I'm not even worthy. That God may bring me this forth. I'm not worthy for all the blessing what I enjoy right now. എന്റെ ഓരോ കാര്യങ്ങളിലും കർത്താവിന്റെ പരിപാലനം ഉണ്ടെന്ന് എനിക്ക് കാണുവാൻ എനിക്ക് കൃപ തന്നിട്ടുണ്ട്. God has given me the grace to see that in every arena of my life, God's grace is there. God's love is there. എന്റെ വിവാഹം നടക്കുന്ന സമയവും എന്റെ മുൻപിൽ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് നിർത്തി അത് നേരത്തെ തന്നെ കാണിച്ച ഇത് ചെയ്തത്. Even my marriage, before married my wife, God showed her, in my dreams about her. ഞാൻ അത്ഭുതം പോലെ ചിന്തിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ദൈവമായി ഇതെന്തോ many times I thought, Lord, what? It was so weird to me. Why is it all happening like this? ദൈവത്തിന്റെ സ്നേഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank and praise God for His love that has led me forth till this moment. എന്നാൽ ഞാൻ ഈ ബൈബിൾ എടുക്കാത്ത ഇത് ഉപദേശിമാരുടെ ഒരു പ്രസ്ഥാനമാണെന്നുള്ള ഒരു ധാരണ നമ്മുടെ മനസ്സിലുണ്ട്. തന്നെയല്ല ഈ ജീവിതയാത്രയിൽ ഇതെടുത്തിട്ട് ഇതിന്റെ പിന്നിൽ നിന്നും നീങ്ങിപ്പോകുന്ന ചില ദേവദാസന്മാരെ കുറിച്ച് കേൾക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിന് വലിയ പ്രയാസം. ആ രീതിയിലാകരുതെന്ന് ഭയപ്പെടുന്നു. The reason I not carry the Bible and came forward to preach is this. Because I thought it was always the job of a preacher, and also I've seen many men of God, who came forward, carried the Bible, started it, but they all backslided. So I don't want to do such kind of thing. Since I read the Word of God, I didn't want to be a preacher. ഇത് ഈ വചനമെടുത്ത് സംസാരിക്കാൻ നിർബന്ധിച്ചതും ദൈവത്തിന്റെ ഒരു വഴിയാണ്. I know that today I'm standing before you. I read the psalm and also I'm speaking few words. It's all because of God's will. വിശ്വസ്തയോടെ നിലകൊള്ളുവാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നേരുള്ളവനായി നിലകൊള്ളുവാൻ നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് ആവശ്യം. I need your prayer that I may be faithful for God. That may live faithful unto Him. So I request all of your prayers. ലോക ജീവിത യാത്രയിൽ ഹല്ലേലൂയ എല്ലാ ഘട്ടങ്ങളും നല്ലതാണെന്ന് പറയാനൊക്കെ. We cannot say that in our life in this earth, every episodes of our life, every chapters of our life is going to be good. I cannot say that. എനിക്ക് സ്നേഹമില്ലാത്ത ആളുകളും ഈ മുസ്ലിം ജാതിയിൽപ്പെട്ട അന്യ ജാതിയിൽപ്പെട്ടവരും വളരെയധികം എന്നെ സ്നേഹിപ്പാനുള്ള സാഹചര്യങ്ങൾ എനിക്ക് ദൈവം തന്നു. God gave me many opportunities that many people who could not love me, God made them love me, and God has given that opportunity in my life. എന്റെ പിതാവ് എന്നോട് പറഞ്ഞിട്ടില്ലാത്ത രീതിയിൽ പോലും എനിക്ക് കൈ തന്ന് എന്നെ നടത്തിയ അറബികളായ ആളുകളുണ്ട്. അറബി ഞാൻ ജോലി നിൽക്കുമ്പോൾ എന്നെ അതിന്റെ തലപ്പത്തിരിക്കുന്ന ആള് എന്നെ വിളിച്ച് സംസാരിച്ചു. ഇരിക്കുന്നത് ഇന്ന രീതിയിലാകാവൂ, ഇന്ന രീതിയിലാകാവൂ, ഇന്ന രീതിയിലാകാവൂ എന്ന് സംസാരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി. God has given me opportunities that while I was working back in the Gulf countries, God raised up Arab people, who even dealt with me more than my parents would or more than my dad would. They have guided me many times and told me how I should be. They have taught me many things. ദൈവസ്നേഹം വലിയ രുചിച്ചറിയുവാൻ എല്ലാ സ്ഥാനങ്ങളിലും ദൈവത്തിന്റെ കരുണ എതിരുള്ള ആളുകളുടെ ഇടയിൽ നിൽക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നിട്ടുണ്ട്. In my life, God has given me grace to stand in midst of even people who hated me. നമ്മളെ ചതിക്കാനായിട്ട് ജോലി കളയാനായിട്ട് നോക്കിയ ആളുകൾ പോലും ഭയപ്പെട്ടിട്ടുണ്ട്. Many times there are people who tried to kick me out of job, but they also got fearful because God's grace sustained me. അപ്പം ഇതിന്റെ ഉടമസ്ഥന് ഞാൻ ഇന്ന് ജോലി ചെയ്യുന്ന ഇതിന്റെ ഉടമസ്ഥന്
നീ ഇന്ന ആളിന് നിന്നോട് തന്നെ ഇത്ര എതിര് വരാൻ കാരണം എന്ന് ചോദിക്കാറുണ്ട്. അവർ എനിക്കറിയില്ല, അത് അവരോട് എന്നെ ചോദിച്ചാൽ മനസ്സിലാകത്തുള്ളൂ. Many times when I was working in Bahrain, there were people dead against me who used to go and try to create chaos. Against my job. They used to go to the owner of the company and speak bad things about me. The owner often used to come and ask you, why are they hating you so much? Then I often used to tell them, really sir, I don't know. You should ask them. Probably they will be able to tell you. ഞാൻ പിരിഞ്ഞു പോരുമ്പോൾ ഞാനത് പറഞ്ഞ നിനക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം, നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ ഈ തിരികെ എന്ന് സംസാരിച്ച് അദ്ദേഹം എന്നെ വിട്ടു. When I resigned my job from Bahrain and left, that man wanted me to come back anytime I wanted to go back, and he didn't want to give my visa or things when I was living there. ഇന്നുവരെയും ദൈവം അതിന് ശ്രേഷ്ഠമായി ഇപ്പോഴും നടത്തുന്നു. God is leading me even victoriously and blessedly even from that time. ആ ദൈവം, വലിയവനായ ദൈവം നമ്മോടുകൂടെ ഉണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട്, നീ എന്റെ ദൈവമായിരിക്കുക, എനിക്ക് ഭയമില്ലാതെ ദൈവത്തോടു കൂടി ഇന്ന് വരെയും നടത്തുവാൻ ദൈവം എന്നെ സഹായിച്ചു. Since that God is there with me, I don't have to be fearful about anything. That God has led me so forth victoriously in my life. I praise and thank this God who led me victoriously till this moment. Even today, every day, God is leading me with joy and peace. I want to conclude my words requesting your prayers. Please remember me in your prayers. Amen. പ്രിയമുള്ളവരെ, ദൈവസന്നിധി വന്ന് നിന്ന് രണ്ടു വാക്ക് പറയുന്ന ആനന്ദം. അവിടെ ബൈബിൾ പറയും മഹാസഭയിൽ നീതിയെ. അതുകൊണ്ട് വലിയ വലിയ സഭകൾ പോകുന്നേക്കാൾ എപ്പോഴും ചെറിയ ചെറിയ കൂട്ടായ്മകൾ അത് നിങ്ങൾ തന്നെ തുടങ്ങിയാൽ. കാരണം എന്താ, അവന്റെ വചനം എപ്പോഴും നാവ് കൊണ്ട് പറയും. അതൊരു ബലമാ പ്രിയമുള്ളവർ. അതുപോലെ കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ ഫിലിപ്പസുകൾ വന്ന സംഘത്തിന് 1 മണിക്കൂർ നിന്നപ്പോൾ ഒരു കാര്യം ഓർക്കണം, തനിക്ക് കാലുകുത്തി നിൽക്കാൻ പറ്റത്തില്ല, തന്റെ മുട്ടുകൾക്ക് പ്രയാസങ്ങളുണ്ട് പക്ഷെ ആ നിൽക്കുന്ന ഒരു അനുഗ്രഹം ദൈവം. എനിക്കുള്ള ആനന്ദം, ഞാൻ ഈ വലിയ സഭകളെക്കാൾ ആനന്ദിക്കാൻ ചെറിയ അവിടെ ജനം വളരും. ഏറ്റവും ക്ഷീണമുള്ളവനും എന്ന് പറയാൻ എല്ലാവർക്കും ഈ ദർശനമല്ലേ, എനിക്കുള്ള ദർശനം വ്യത്യാസമാണ്. ഒറ്റ കുഞ്ഞിനെ പോലും താഴെ ഇരുത്തരുത്. മുമ്പിൽ വന്നവര് എന്റെ കർത്താവിനെ എല്ലാവരും ഉപയോഗിക്കാൻ പറ്റും. അതിനാൾ വേണമെന്നില്ല. എന്റെ ഉള്ളത്ത് ഒത്തിരി സന്തോഷമാണ്. കൃഷിമളയൊക്കെ എത്ര നാളായിട്ട് കുഞ്ഞ് ശ്രമിക്കുന്ന അറിയാമോ? സംഘത്തിൽ മലനം പറയണം, അതിനെ കൊണ്ട് പറ്റത്തില്ല, ചെയ്യട്ടെ എന്ന് പറയുമ്പോ പപ്പുഷി ഇന്ന് ഒരു വിക്ടറിയ ജയമാണ്. ദൈവത്തിന് വലിയ സംഘത്തിൽ പെട്ടെന്ന് ഒരു കാര്യം പറഞ്ഞിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് 65 സംഘത്തിലെ എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ചു. കഴിഞ്ഞ ആഴ്ച എനിക്കൊരു ജീവനായിരുന്നു സങ്കീർത്തനം. അവിടെ പറയുന്നു, സിയോനിൽ ദൈവമേ സ്തുതി നിനക്ക് യോഗ്യം, നിനക്ക് തന്നെ ഞാൻ നേർച്ച കഴിക്കും. നേർന്നാൽ നീ അവനെ നേർച്ച കഴിക്കണം. അതാ പറഞ്ഞേ, കൈവച്ചാൽ പുറമോട്ട് പോകാൻ പറ്റത്തില്ല. once you come and decide to follow Jesus, there is no turning back. സത്യം അറിഞ്ഞ ശേഷം സത്യം ഇതാണെന്ന് തിരിച്ചറിഞ്ഞ പിന്നെ തിരിച്ചുപോയി സത്യമല്ലാത്തതിന്റെ കൂടെ നമുക്ക് ആരാധിക്കാൻ പറ്റത്തില്ല. when you do that, that is wrong. അതിനെ ആ എബ്രായ ലേഖനം വായിക്കുമ്പോൾ കാരണം നമ്മൾ അഴിച്ചതിനെ വീണ്ടും പണിയാൻ പാടില്ല. അതുകൊണ്ടാണ് ഓൾഡ് ടെസ്റ്റ്മെന്റ്, ന്യൂ ടെസ്റ്റ്മെന്റ്. ഓൾഡ് ടെസ്റ്റ്മെന്റ് തെറ്റല്ല, നല്ലതാ, പക്ഷെ നമുക്ക് ഉപയോഗമായി വന്നില്ല. ഓൾഡ് ടെസ്റ്റ്മെന്റ് ന്യൂ ടെസ്റ്റ്മെന്റ് ഷാഡോവാ. ഇപ്പൊ ന്യൂ ടെസ്റ്റ്മെന്റ് വന്നു കഴിഞ്ഞപ്പോൾ പഴയത് ഒബ്സലീറ്റ് ആകുന്ന പറയുന്നത്. ഒബ്സലീറ്റ് സാധാരണ ഈ സ്റ്റാൻഡേർഡ്സിലൊക്കെയാണ് ഒബ്സലീറ്റ്. നമുക്ക് ഒരു ജോലിയുണ്ട്, ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ പുതിയൊരു പ്രൊസീജിയറായി ഒരു മാറ്റം വരുത്തിയാൽ പഴയ പ്രൊസീജിയറിനെ ഒബ്സലീറ്റ്, അത് പഴകിയത്, അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് ഉപയോഗിച്ചാൽ നിങ്ങളൊരു സർട്ടിഫൈഡ് കമ്പനിയാണ്, ഒരു ഓർഗനൈസേഷൻ, നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ പോകും. കാരണം യു ആർ യൂസിംഗ് ഓൾഡ് ഡോക്യുമെന്റേഷൻ. ഇറ്റ്സ് റിവൈസ്ഡ്. യു ഹാവ് ടു ഫോളോ ദ ന്യൂ വൺ. യു കാനോട്ട് ഗോ ബാക്ക് ഇൻ യുവർ ഓൾഡ് ട്രഡീഷൻസ്. അതുകൊണ്ട് ആ ബൈബിള് ശക്തമായിട്ട് ഒബ്സലീറ്റിനെ മാറ്റിക്കളെ. എന്നിട്ട് ഈ പൗലോസ് ബ്യൂട്ടിഫുൾ. പൗലോസ് ഈ പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും സാദൃശ്യപ്പെടുത്തുന്നുണ്ട്. പഴയ നിയമത്തെ ഹാഗാറിനോടും പൈതലിനോടും സാരപ്പെടും. പുതിയ നിയമത്തെ എന്തിനായിട്ട് സാരപ്പെടുന്ന സാറ എന്തുകൊണ്ട് ദാസിയെയും പുത്രനെയും പുറത്താക്കി.
ഇതൊക്കെ വായിക്കണം. യു ഹാവ് ടു റീഡ് ദ വേർഡ് ഓഫ് ഗോഡ്. ഇത് സത്യം അറിയുമ്പോൾ യു ഹാവ് ടു ചേഞ്ച്. സത്യം അറിഞ്ഞിട്ട് വീണ്ടും അതിനകത്ത് നടക്കരുത്. യു ഹാവ് ടു ചേഞ്ച്. Look, I want to teach this truth. സത്യം അറിഞ്ഞ് സത്യം should set you free and you have to speak this truth. അനേകരെ ഈ സത്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നോക്കണം. അതാണ് ചെയ്ത് ഇവിടെ പറയുന്നത്, സ്ത്രീയോനിൽ സ്തുതി നിനക്ക് യോഗ്യം, നിനക്ക് തന്നെ ഞാൻ നേർച്ച കഴിക്കും. ദിവസത്തിൽ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നേരണം. ഐ ഗീവ് മൈ സെൽഫ് ടു യു ടു പ്രൊക്ലെയിം ദിസ് ട്രൂത്ത്. താഴെ വായിക്കുമ്പോഴൊക്കെ പറയുക, പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവയെ സകലം ചെയ്യും. He is a God who hears our prayers. എന്റെ അടുത്ത വാക്യത്തിൽ പറയുക, ഇനി അടുത്ത ട്രൂത്ത് പുള്ളി പറയുക, അവൻ സ്വതം ചെയ്യുന്നു, എന്റെ അകൃത്യങ്ങൾ എന്റെ നേരെ. പിശാചിന് എന്റെ കുറവ് മാത്രമേ ഉള്ളൂ. പിശാച് നമ്മളെല്ലാം, പിശാച് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പറഞ്ഞാൽ ആരും ഇല്ല. നീ പറഞ്ഞ ഓരോ വാക്കും അപവാദി നിന്റെ തൊട്ടരികിലുണ്ട്. അവൻ സ്വർഗം കാണുന്നുണ്ട്. സ്വർഗം കാണുന്ന പോട്ട് അവന്റെ സ്നേഹം കൊണ്ട് നിന്നെ പൊതിഞ്ഞു വരാം. പക്ഷെ അപവാദി വിട്ടുതരത്തില്ല. നീ പറയുന്ന ഓരോ വാക്ക്, നീ സംസാരിക്കുന്നത്, അവൻ സ്വന്തം, നീ മറ്റുള്ളവർ ഇതെല്ലാം അവൻ കുറിച്ചു വെക്കും. എന്നിട്ട് അവന്റെ സന്നിധി ഇന്ന് വിട്ട് ആരാധിക്കാൻ നീണ്ട ലിസ്റ്റ് അവന്റെ മുമ്പിൽ. അതുകൊണ്ട് അവിടെ സകൃതം പറയാ, അവൻ കർത്താവേ, അവൻ എന്റെ അകൃത്യങ്ങൾ, എന്റെ ട്രാൻസ്ഗ്രഷൻ എന്റെ നേരെ അഗൈൻസ്റ്റ് മീ, അവൻ ഇറ്റ് ഇസ് വേ ഹൈ. പിടിക്കപ്പെട്ടിരിക്കുക, എവിഡൻസ് എനിക്കെതിരെയാ, കംപ്ലീറ്റ് എവിഡൻസ് എനിക്കെതിരെയാ. അപ്പോൾ ബൈബിൾ പറയുന്നു, ദൈവം ദുഷ്ടന്റെ പ്രാർത്ഥന എന്ത് ചെയ്യുന്നില്ല. ഞാൻ വരുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്നവനായുള്ള സകലരോട് നിന്റെ അടുക്കിലേക്ക്. ഇന്ന് പകൽ ഞാൻ ആരാധനയ്ക്ക് വരുമ്പോൾ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ ജീവിച്ചപ്പോൾ എന്റെ ജീവിതത്തിൽ വന്ന കുറവുകൾ, ഞാൻ മറ്റുള്ളവരെ ആൾക്കാരോട് ഇല്ല അവരെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ, അവരെ കുറിച്ച് ചിന്തിച്ച രീതികൾ, അവൻ സ്വന്തം ചെയ്യുന്നു. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നത്, ചെയ്താത്തത് ചെയ്തത്, എല്ലാം കൂടി എണ്ണി പിശാചും ഇവിടെ ഞാൻ ആരാധിക്കാൻ വരുമ്പോൾ എനിക്ക് ആരാധിക്കാൻ പോലും പറ്റാതെ എനിക്കെതിരെ എന്റെ എവിഡൻസസ്, സിന്നിന്റെ എവിഡൻസസ് അതിബലമായിരിക്കുക. പിന്നെ എങ്ങനെ ഞാൻ ആരാധിക്കും? അടുത്ത വാക്യത്തിന് എന്റെ സന്തോഷം അടുത്ത വാക്യമാ. അവൻ ചൊല്ലും, നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് നീയും പരിഹാരമാകും. എന്താ ഞാൻ ആരാധിക്കാൻ കാരണം? ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് താണഭൂമിയിലേക്ക് കർത്താവിനറിയാൻ നല്ലവൻ ആരുമില്ല, ഒരുത്തൻ പോലും. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി. എന്നാൽ അതറിഞ്ഞ കർത്താവ്, എനിക്ക് എന്നെ തന്നെ രക്ഷിക്കാൻ കഴിയില്ലെന്നുള്ള അറിഞ്ഞ കർത്താവ് തന്റെ ഓമനപുത്രനെ കാലത്തിന്റെ തെരുവുകളിൽ ഈ താണഭൂമിയിലേക്ക് അയച്ചു. എന്നിട്ട് മുഴു ലോകത്തിന്റെ മാത്രമല്ല, എന്റെ ഈ മൊമെന്റ് വരെ ചെയ്ത സകല പാപം. നമുക്ക് ഏത് നേരവും പാപം ചെയ്യും. പ്രസംഗിക്കുമ്പോൾ എനിക്ക് പാപം ചെയ്യാം. നിങ്ങളെ മനഃപൂർവ്വം കുത്തി പ്രസംഗിക്കുന്ന രീതിയിൽ സംസാരിക്കാം. കർത്താവിനെ കുറിച്ച് മനുഷ്യൻ ദൈവം കാണാതിരിക്കുമോ? ദൈവം കാണും. അതവൻ കുറിച്ചു വെക്കും. അവൻ ശത്രു അത് കുറിച്ചു വെക്കും. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ നിമിഷം വരെ ഞാൻ ചെയ്ത പാപങ്ങളും ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന പാപങ്ങളും ആ പുത്രന്റെ മേൽ, ആ കുഞ്ഞാടിന്മേൽ ദൈവം ചെയ്തു. എന്റെ അതിക്രമങ്ങൾക്ക് എന്ത് ചെയ്തു? പരിഹാരം. ഓ, ഇത് എവിടെയുണ്ട്? ഇന്ന് പകൽക്കാലം വരുമ്പോൾ കുറ്റബോധത്തോട് വേണ്ട, അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന ഒരു ദൈവം അവൻ സ്വന്തം ചെയ്യുന്നു. എന്റെ അടുത്തത്, അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തിയിട്ട് അവന്റെ പ്രസൻസിലേക്ക്, അവന്റെ പ്രാകാരത്തിലേക്ക് നമ്മളെ വിളിച്ച് അടുപ്പിക്കും. അതുകൊണ്ട് പ്രസൻസ് ഓഫ് ഗോഡിനെ കൊതിക്കണം. എവിടെയൊക്കെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ, ടൈം ഉണ്ടെങ്കിൽ, ആരോഗ്യം ഉണ്ടെങ്കിൽ, ഗോ ടു പ്രയർ മീറ്റിംഗ്സ്, ഗോ ടു ഫെലോഷിപ്പ്. ഓൺലൈൻ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച രാത്രി ഓൺലൈൻ തങ്ങച്ചാനും മോമയും വന്നു. ഡോക്ടറോട് കയറി രാത്രി മൊത്തം വരുന്നു പ്രാർത്ഥിക്കാൻ. അനേക വിഷയങ്ങൾക്ക് വേണ്ടി കർത്താവെ കരയുവാൻ പ്രാർത്ഥിക്കാൻ കർത്താവ് കൃപ ചെയ്തു. അവൻ എപ്പോ സമയത്തിന്റെ പ്രാകാരത്തിലോട്ട് ഓടിപ്പിക്കണം. ഗോ ടു ഹിസ് കോർട്ട്യാർഡ്സ്. I mean, it's better one day in your courtyard than 1,000 days else. അപ്പോൾ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തിയാൽ നിന്നെ വിളിച്ചവന്റെ പ്രാകാരത്തിൽ അടുപ്പിക്കുന്ന ദൈവം. എന്തിനാ? നിന്നെ വളർത്താൻ. അവൻ നീതിമാൻ പന പോലെ ലെബാനോനിലെ ദൈവത്തിന്റെ ആലയത്തിൽ നടുതലയായവർ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. അവർ പുഷ്ടി വെച്ചും, ആ വളർച്ചയെ കുറിച്ച് പറയുന്നു മർമ്മങ്ങളാ ഇതൊക്കെ ബോർഡാ. 92 പുഷ്ടി വെച്ചും പച്ച പിടിച്ചിരിക്കും. വാർദ്ധക്യത്തിലും 84 വയസ്സുള്ളപ്പോൾ നീ വന്ന് വചനം വെച്ചോണ്ട് വചനത്തിനകത്തുനിന്ന് പറയാൻ, ഫലം കായ്പാൻ, പുഷ്ടി വെച്ച് പച്ച പിടിച്ച് നിന്ന് പ്രസംഗിപ്പാൻ, ഫലം കായ്ക്കാൻ, അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കാൻ നിന്നെ സഹായിക്കണം. വളർച്ച പറയുന്ന അങ്ങനെ നീ വളരുമ്പോൾ അവൻ സ്വന്തം ചെയ്യുന്നു. അവിടെ പറയാം, പ്രാകാരത്തിൽ വന്നാൽ, ഇഫ് യു കം ഇൻ ടു ദ പ്രസൻസ് ഓഫ് ഗോഡ്, നിങ്ങളുടെ ലിമിറ്റേഷൻസ് കളഞ്ഞിട്ട് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രാർത്ഥനയ്ക്കൊക്കെ അയച്ചാൽ, വാട്ട് ഹാപ്പൻസ്? ആലയത്തിലെ നന്മ നിന്റെ തലമുറയ്ക്ക് നിനക്കും കൊടുക്കും.
എല്ലായിടത്തും കിട്ടത്തില്ല. ആലയത്തിൽ യു ആർ കമ്മിങ് ടു ഹിസ് പ്രസൻസ്. ഐ മീൻ വെൻ യു കം ഇൻ ടു ഹിസ് കോർട്ട്യാർഡ്, അവിടെയുള്ള മിറക്കിൾ ഇതാ, ആലയത്തിൽ നന്മയുണ്ട്. വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാം, പക്ഷെ ആലയമുള്ളതിന് പോയി ആരാധിക്കാൻ അവസരം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ഇഫ് യു കം ദേർ, God promises, ആലയത്തിലെ നന്മ കൊണ്ട് നിനക്ക് എന്ത് ചെയ്യും? I mean, that is what says in verse number 4. I mean, look, blessed is the man whom thou choosest and causest to approach unto thee, that he may dwell in thy courts. We shall be satisfied with the goodness of thy house, even of thy holy temple. നിന്റെ ആലയത്തിലെ നന്മ, ഓ എന്ത് നന്മയാണ് വേണ്ടത്. അവൻ നിന്റെ വഴികൾ തുറക്കണോ, ആലയത്തിലുള്ള നന്മ. സൗഖ്യം വേണോ, ആലയത്തിലുള്ള നന്മ. അവൻ നിന്റെ തലമുറകളുടെ വിഷയം ഉദ്ധാരണം വേണോ, ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് അവൻ നിനക്ക് വിടുതലുണ്ട്. തടവ് സമയമില്ല. അവൻ അവിടെ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ച ഒത്തിരി ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടുക. അവൻ സ്വന്തം ചെയ്യുന്നു. അടുത്തത് അവൻ സ്വന്തം ഭൂമിക്കും എല്ലാ അർദികൾക്കും ദൂരത്തുള്ള സമുദ്രത്തിനും ആശ്രയമായിരിക്കുന്ന ഞങ്ങളുടെ രക്ഷയാം ദൈവമേ. അടുത്ത ദൈവം ചെയ്യുന്ന നന്മ കൊണ്ടല്ലോ ഭയങ്കര കാര്യങ്ങളാൽ നീതിയോട് ഉത്തരവിടുന്നു. മനുഷ്യർക്ക് പ്രവർത്തിക്കണം. നിനക്കെതിരെ ഉദയ്ക്കുന്ന, നിനക്കെതിരെ ദോഷം ചെയ്യുന്ന, നീ പോലും ഒന്നും ചെയ്ത, പക്ഷെ ദൈവം ഭയങ്കര പ്രവർത്തിക്കുക. അത് ആരാണേലും നിന്റെ ജീവിതത്തിൽ നിനക്കെതിരെ തകർച്ച വരുത്താൻ, നിന്നെ മനഃപൂർവ്വം വേദനിപ്പിക്കാൻ, മനഃപൂർവ്വം നിനക്കെതിരെ കച്ചവട്ടാടികൾ ഭയങ്കര കാര്യങ്ങളാൽ ദൈവം നീതിയോട് ഉത്തരവിടുള്ളൂ. നിന്റെ തലമുറകളെ ശത്രു പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി അവൻ ഇറങ്ങി വരും. ഇന്ന് പകൽക്കാലം വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാ. അതുകൊണ്ട് അവൻ സ്വപ്നം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം പറയുന്നത് അവൻ നീ അവന്റെ പ്രകാരത്തിലേക്ക് വരണം. തീർന്നില്ല. അവൻ നിനക്ക് വേണ്ടി അവൻ ഭയങ്കര പ്രവർത്തികളെ ഉത്തരവുള്ളൂ മാത്രമല്ല, ദൈവം ബലം അരക്കിയിട്ടിരിക്കേണ്ട. ദൈവം സ്ട്രോങ്, ഈസ് ഓംനിപൊട്ടന്റ്. അതുകൊണ്ട് ഈ ദൈവം എന്തെന്നറിയാമോ, അവന്റെ ശക്തിയാൽ നിന്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കും. പിശാചിന്റെ ആഗ്രഹം നിന്റെ അടിത്തറ ഇളകി നീ ഫോളോ ചെയ്യണം, തകരണം. ഇന്ന് പകൽക്കാലം നീ വന്നാലും നിന്റെ പർവ്വതം ഇളകിപ്പോകത്തക്കോണം ഭൂകമ്പങ്ങൾ വന്നാലും ദൈവം തന്റെ ബലം കൊണ്ട് നിന്റെ പർവ്വതത്തെ he will make you stand. അവൻ സ്വന്തം തകർക്കാൻ ഇല്ലായ്മയിൽ നീ ഓടുന്നത് കാണാൻ ശത്രു നോക്കുമ്പോൾ he will make your സ്വന്തം mountain stand. അടുത്ത പറയുക, അത് 7ാമത്തെ വാക്യത്തിൽ. നീ അടുത്തത് അത് 6ാമത്തെ വാക്യത്തില. നീ 7ാമത്തെ വാക്യത്തില് നീ ദൈവത്തിന്റെ പ്രാർത്ഥന വന്നാൽ കിട്ടുന്ന കൃപകളാ അവൻ സ്വന്തം ചെയ്യുന്നു. നിന്റെ ലംഘനം ക്ഷമിച്ച് ദൈവം നിന്നെ ആ വലിച്ച് പ്രാകാരത്തിൽ അടുപ്പിക്കുമ്പോൾ കിട്ടുന്ന കൃപകളാ. അവൻ നിനക്കെതിരെ കടൽ ഇളറും, തിരമാലകൾ അലറും, ദൈവം അതിനെ ശാന്തം. തിരമാലകൾ നിന്റെ പടകനെ മുക്കാൻ. അതല്ലേ അവിടെ പറയുന്ന 7ാമത്തെ വാക്യം. അവൻ സമുദ്രത്തിന്റെ മുഴക്കം അടക്കും. നിനക്കെതിരെയുള്ള തിരമാലകളുടെ കോപം അവൻ എന്ത് ചെയ്യും? അടക്കും. ഇന്ന് നിന്റെ ജീവിത പടകിന് നിന്റെ തലമുറക്ക് ആഞ്ഞടിക്കുന്ന ഏത് വേവ്സിനെയും അവൻ കമാൻഡ് ചെയ്ത് അടക്കും. തീർന്നില്ല. നിനക്കെതിരെ ജാതികൾ കലഹിക്കുന്നുണ്ടോ? അഭിഷക്തനെതിരെ, അഭിഷക്തർക്കെതിരെ ജാതികൾ കലഹിക്കുന്നു. വംശങ്ങള്, നീ പോകുന്ന ജോലി സ്ഥലം, നിനക്കെതിരെ നേഷൻസ്, ജാതികൾ, ദൈവത്തെ അറിയാത്തവർ കൂട്ടം കൂടി നിനക്കെതിരെ പോരടിക്കുന്നുണ്ടോ? Don't worry. ഹല്ലേലൂയ. എന്റെ ദൈവം അത് ശമിപ്പിക്കും. നിനക്കെതിരെ അവൻ ഉയരുന്ന ഒറ്റ നാവും, നിനക്കെതിരെ ഉയരുന്ന ഒറ്റ ആയുധവും ചെയ്യത്തില്ല, ഫലിക്കത്തില്ല. ആ കലഹം, നിനക്കെതിരെയുള്ള കലഹം, നിനക്കെതിരെയുള്ള അവൻ കുറ്റം പറിച്ച്, നിനക്കെതിരെയുള്ള നിന്നെ മാത്രം പോയിന്റ് ചെയ്തുള്ള പ്രശ്നങ്ങളെ എന്റെ ദൈവം ശമിപ്പിക്കും. ഹല്ലേലൂയ, ശമിപ്പിക്കും. He will cause it to cease it. അത് നിൽക്കും. ഇന്ന് പകൽക്കാലം നിന്നെ പീഡിപ്പിക്കുന്നു എന്ന് പറയുക അവൻ സ്വപ്നം ചെയ്യുന്നു. ഈ ലോകത്തിലെ സകല മനുഷ്യരുടെ ലക്ഷ്യങ്ങൾ നിമിത്തം ഭയപ്പെടുന്നു. ഉദയത്തിന്റെയും അസ്തമനത്തിന്റെയും ദിക്കുകളെ ഘോഷിച്ചുല്ലസിപ്പിക്കാൻ ആക്കുന്നു. നിന്നിൽ ഘോഷം, ആനന്ദം ദൈവം തരും. ഇന്ന് പകൽക്കാലം ലോകത്തിൽ ഒന്നിനും തരാൻ പറ്റില്ല. പ്രാകാരത്തിൽ വിളിച്ച് ദൈവം അടുപ്പിക്കുന്ന മനുഷ്യന് കിട്ടുന്ന ഒരു ആനന്ദം, ബ്ലസ്സിംഗ് ആണ്. അവൻ റിജോയ്സിംഗ്, റിജോയ്സ്, ആനന്ദിക്കാൻ ദൈവം നിന്നെ പ്രാപ്തനാകും. 9ാമത്തെ വാക്യത്തില് അവൻ നിന്നെ സന്ദർശിക്കും. ടൈം ഓഫ് വിസിറ്റേഷൻ എന്ന് പറയുന്നത്, സന്ദർശനകാലം എന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ്. ദൈവം ഇസ്രായേലിനെ സന്ദർശിച്ചു. യേശുവിനെ അയച്ചു പറയാം, God visited his people. അങ്ങനെ പറയും. ദൈവത്തിന്റെ ഒരു അനുഭവം വരുമ്പോൾ, ഒരു ടച്ച്, God visited his people. ദൈവം സന്ദർശിച്ച് നിന്നെ നനയ്ക്കും. വളർച്ച. ഇതൊക്കെ 65 സെനറ്റിലെ കണ്ണങ്ങ് തള്ളി സന്ദർശിച്ചു നിന്നെ നനയ്ക്കും. എന്തിനാ? വചന വാഗ്ദത്തങ്ങൾ നിനക്ക് പ്രോമിസ് ആയിട്ട് വരാൻ, നിന്റെ തലമുറകൾക്ക് നിനക്ക് വാഗ്ദത്തമായി വരാൻ. ഉടമനക സംഫലാത്തിയ അവൻ നിന്നെ നനയ്ക്കും. അവൻ സ്വപ്നം ചെയ്യും. അവൻ നിന്നെ വാട്ടർ ചെയ്യും. അവൻ സ്വപ്നം ചെയ്യുന്നു. നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കും. നിനക്ക് പുഷ്ടി തരും.
That's what. So ദൈവത്തിന്റെ വചനം എത്ര ഇതാണ്, നിന്നെ എൻറിച്ച് ചെയ്യും കംപ്ലീറ്റ്ലി. അടുത്തത് അവൻ സ്വന്തം ചെയ്യുന്നു, പറയുക ദൈവത്തിന്റെ നദിയിലെ ഒത്തിരി വെള്ളമുണ്ട്, തീരാത്ത, ഒരിക്കലും മറ്റുപോകാത്ത സോഴ്സ, ആത്മാവിന്റെ നദി. എത്ര വേണം ചോദിച്ചാൽ മതി, നിന്നെ നനയ്ക്കും. അടുത്തത് ഇങ്ങനെ അവൻ ഭൂമിയെ ഒരുക്കി ധാരാളം ധാന്യം നിനക്ക് ധാരാളം ധാന്യം തുറന്നില്ല. അടുത്തത് ഈ നനച്ച് നോക്കണം, നീ അതിന്റെ ഉഴവ് ചാലുകളെ നനയ്ക്കുന്നു. വേഴ്സ് 10, നീ അതിന്റെ കട്ട ഉടച്ച് റമന. എനിക്കൊന്ന് അടുത്ത മാസത്തെ ദൂത് ഓൾറെഡി അവിടെ വെളിപ്പെട്ട് കഴിഞ്ഞു. പ്രിപ്പയർ ചെയ്യും ഉടനമ. കാരണം ഇല്ലേ വിത്ത് കട്ടകളിടയിൽ കിടന്ന് അട്ടുപോകും. കട്ടകൾ ഉടഞ്ഞില്ലെങ്കിൽ, നിലം ഒരുക്കപ്പെട്ടില്ലെങ്കിൽ, ഇത് മായമില്ലാത്ത വിത്തായിരിക്കാം, അവൻ ജീവനുള്ള വചനമായിരിക്കാം, ചൈതന്യം, പക്ഷെ നിനക്ക് ഒരു പ്രയോജനവും കിട്ടത്തില്ല. നീ എത്ര പ്രസംഗം കേട്ടാലും ജീവനും വിടുതലും വരാതെ അത് കട്ടകളുടെ ഇടയിൽ കിടന്ന് കട്ടയായിട്ട് കിടക്കുക. അവിടെ കുളിർമയില്ല, ഇളക്കമില്ല, നനവില്ല. That seed will perish. അവൻ വചനം വിട്ടുപോകുന്നതല്ല, പക്ഷെ നിനക്ക് പ്രയോജനം വരത്തില്ല. പക്ഷെ എന്റെ ദൈവം അതിന്റെ കട്ടകൾ, ഉടവുചാലുകളെ നനയ്ക്കും, എന്റെ കട്ട ഉടച്ച് നിരത്തും. ഇന്ന് പകൽക്കാലം പ്രിപ്പയർ ചെയ്യിക്കാൻ നിന്റെ ഹൃദയത്തെ, നിന്നെ തന്നെ ദൈവത്തിന്റെ പ്രവർത്തിക്ക് വേണ്ടി അവൻ പ്രിപ്പയർ ചെയ്യിക്കും. എന്നിട്ട് അവിടെ നിന്ന് മുള, അല്ലേ, ഷൂട്ട്. ഇതാ നമ്മുടെ മാസത്തെ ചിന്താ വിഷയത്തില് നനച്ചു മുള. അവൻ സ്വന്തം ആ ഷൂട്ട് വരാൻ ആദ്യം വേര് പോകും, പിന്നെ പതുക്കെ മുള മണ്ണിന് അവൻ വെളിയിലേക്ക് വരും. കാരണം എന്റെ ദൈവമാ, ഇന്ന് പകൽക്കാലം നിന്നെ നനയ്ക്കും ദൈവമാ. അടുത്ത വാക്യം, നീ സംവത്സരത്തെ, അടുത്ത 11ാമത്തെ വാക്യം പറയുക, അവൻ സ്വന്തം ചെയ്യും. നിന്റെ വർഷങ്ങളെല്ലാം ബ്ലെസ്സിങ്സ് കൊണ്ട് അലങ്കരിക്കും, നന്മ കൊണ്ട് അലങ്കരിക്കും. നിന്റെ ഇയേഴ്സ്, God will crown the years with thy goodness. ദൈവത്തിന്റെ ഗുഡ്നസ് കൊണ്ട് നിന്നെ അലങ്കരിക്കും. എന്നിട്ട് നിന്റെ പാതകളിൽ പുഷ്ടി ഉണ്ടായിരിക്കും. നിരാശയും തളർച്ചയല്ല, പുഷ്ടി. Hallelujah. That is what growth is. അടുത്ത 12ാമത്തെ വാക്യം, നിന്റെ മരുഭൂമി പുൽപ്പുറമായിട്ട് മാറും. മരുഭൂമി പുല്ലെവിടെയും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഈ നരം ഇങ്ങോട്ട് വന്ന പുല്ലുകൾ ചുരിക്കും. ഞാൻ പറഞ്ഞു വിടുക. പിന്നെ കുന്നുകൾ ഉല്ലാസം കൊണ്ട് നിനക്ക് ഉയർന്ന അനുഭവങ്ങളും ഉല്ലാസത്തിന്റെ അനുഭവങ്ങൾ തരും. അടുത്തത് മേച്ചിൽപ്പുറങ്ങൾ, നീ നനഞ്ഞ് ഫലം കായ്ക്കുന്നുണ്ട്, ഒത്തിരി ആടുകൾ വരും. നിന്റെ നിമിത്തം ഒത്തിരി പേർ കൃപയിലേക്ക് വരും. ദൈവാലയത്തിൽ ഇന്ന് പകൽ എന്നെ നിങ്ങളെ കണ്ടേക്കുന്ന അനേകരെ കൃപയിലേക്ക് കൊണ്ടുവരാം. നിന്റെ മേച്ചിൽപ്പുറങ്ങൾ ആട്ടുംകൂട്ടങ്ങളെ കൊണ്ടുവരും, നിറയും. അടുത്തത് താഴ്വരകൾ ധാന്യം കൊണ്ട് നിറയും. അവ ആർക്കും പാടും. സമയം നിന്ന് പ്രസംഗിച്ചാൽ മണിക്കൂർ പ്രസംഗിക്കാം. അതുപോലെ കാലം ആ സംഘത്തിന് മനോഹരമായ ദൈവം അവനങ്ങൾ അന്ന് അനുഗ്രഹിക്കട്ടെ. നിസാക്ഷ